കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. പുണർദം സ്ത്രീ നക്ഷത്രം. പുണർദം കർക്കിടകക്കൂറ്, അതിന് ചേരാവുന്ന പുരുഷനാളുകൾ. കർക്കിടകക്കൂറ്, പുണർദം നക്ഷത്രം കർക്കിടകക്കൂറും മിഥുനക്കൂറും ഉണ്ട്. അതിൽ കർക്കിടകക്കൂറിൽ ചേരുന്ന ഉത്തമ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉത്തമമായിട്ട് വരുന്ന പുരുഷ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മകേരം അവസാന പാദം. മകേരം അവസാന പാദം ഉത്തമ നക്ഷത്രമാണ്. ആദ്യത്തെ പാദത്തിൽ എടുക്കരുത്, അതായത് ആദ്യത്തെ 45 നാഴിക എടുക്കരുത്. 30 നാഴിക വരുന്ന മകേര നക്ഷത്രക്കാരെ നമുക്ക് ഉത്തമ നക്ഷത്രമായിട്ട് എടുക്കാൻ പാടുള്ളൂ. പിന്നെ വരുന്ന തിരുവാതിര നമുക്ക് ഉത്തമ നക്ഷത്രമായിട്ട് പുണർദംകാർക്ക് ചേർക്കാം. പൂയം ചേർക്കാം. മൂലം, തിരുവോണം, പുരോരുട്ടാതി, 2ാം പാദം. പുരോരുട്ടാതിയിലെ 2ാം പാദം മാത്രമേ നമുക്ക് പുണർദം കർക്കിടകക്കൂറുകാർക്ക് ചേർച്ചയുള്ളൂ. പിന്നെ ഉത്രട്ടാതി എടുക്കാം. ഉത്കൃഷ്ടമായിട്ട് വരുന്ന പുരുഷ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, അതായത് പുണർദം കർക്കിടകക്കൂറ് സ്ത്രീ നക്ഷത്രമാണെങ്കിൽ അതിന് ഉത്കൃഷ്ടമായിട്ട് വരുന്ന പുരുഷ നക്ഷത്രങ്ങൾ ഭരണി, കാർത്തിക 2ാം പാദം, രോഹിണി, മകീരം ആദ്യപാദം. മകീര ആദ്യപാദമാണ് നമ്മൾ എടുക്കേണ്ടത്. പുണർദം 2ാം പാദം എടുക്കുക. പൂരാടം, ഉത്രാടം, അവിട്ടം 2ാം പാദം എടുക്കുക. രേവതി. ഇത്രയും നക്ഷത്രങ്ങളാണ് പുണർദം നക്ഷത്രത്തിൽ കർക്കിടകക്കൂറ് സ്ത്രീ നക്ഷത്രമായിട്ട് വരുന്ന നാളുകൾക്ക് ചേർക്കേണ്ട നാളുകൾ. പുണർദം മിഥുനക്കൂറിലാണെങ്കിൽ പുണർദം സ്ത്രീ നക്ഷത്രം മിഥുനക്കൂറ്, അതായത് ആദ്യ ഭാഗത്തിന് വരുന്ന ഉത്തമ പുരുഷ നക്ഷത്രങ്ങൾ അശ്വതി, രോഹിണി, മകീരം 2ാം പാദം, മൂലം, തിരുവോണം, പുരോരുട്ടാതി 4 പാദം 1, 2, 3, 4 നമുക്ക് ചേർക്കാം. ഉത്രട്ടാതി നക്ഷത്രങ്ങൾ. ഇത്രയാണ് ഉത്തമ പൊരുത്തമായിട്ട് പുണർദം നക്ഷത്രം സ്ത്രീ നക്ഷത്രം വരുന്ന മിഥുനക്കൂറുകാർക്ക് എടുക്കേണ്ടത്. ഉത്കൃഷ്ടമായിട്ട് നമുക്ക് ചേർക്കാൻ പറ്റുന്നത് ഭരണി ചേർക്കാം, കാർത്തിക 2ാം പാദം ചേർക്കാം, തിരുവാതിര 2ാം പാദം ചേർക്കാം, പൂയം ചേർക്കാം, ഉത്രം 2ാം പാദം, അത്തം, ചോതി, വിശാഖം 2ാം പാദം ചേർക്കാം, പൂരാടം, ഉത്രാടം 1, 2, 3, 4 ചേർക്കാം, അവിട്ടം 1, 2, 3, 4 പാദം ചേർക്കാം, രേവതി. പുണർദം സ്ത്രീ നക്ഷത്രമായിട്ട് വരുന്ന മിഥുനക്കൂറുകാർക്ക് ഇത്രയും നക്ഷത്രങ്ങൾ ഉത്കൃഷ്ടമായിട്ട് ചേർക്കാൻ സാധിക്കും.